ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചില്ലി പൊട്ടറ്റോ ആണ്. അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ഉരുളക്കിഴങ്ങ് വേവിച്ചത്, 1 സവാള അരിഞ്ഞെടുത്തത്, 2-3 പച്ചമുളക് കീറിയത്, മൈദ, അരിപ്പൊടി, കോൺഫ്ലോർ, കാപ്സിക്കം, 5-6 വെളുത്തുള്ളി അരിഞ്ഞത്, സോയാ സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, റെഡ് ചില്ലി സോസ്, തേൻ, കുരുമുളക് പൊടി, ഉപ്പ്, പഞ്ചസാര, ഓയിൽ. ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞ് 5 മിനിറ്റ് വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കവർ ചെയ്തെടുക്കണം. മൈദയിലിട്ടിട്ട് കുറച്ചായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. കവർ ചെയ്തെടുത്ത ബാക്കി മിക്സിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർക്കാം, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ലൊരു ബാറ്റർ ആക്കി എടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിരിക്കണം. ഇനി കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് എല്ലാം ഈ ബാറ്ററിലോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സോസ് ഉണ്ടാക്കി എടുക്കണം. അതിനായിട്ട് 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, പച്ചമുളക്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടീസ്പൂൺ ഷെസ്വാൻ സോസ്. ഓപ്ഷനിലാണ്, സ്കിപ്പ് ചെയ്യാം വേണ്ടെങ്കിൽ. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇതിലേക്ക് ഇനി 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. സോസൊക്കെ നല്ല തിക്കായി. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചില്ലി പൊട്ടറ്റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും നല്ല റെസിപ്പീസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.